വിശദമായ വാർത്തകളിലേക്ക്. ഭാര്യയെ ജീവനോടെ ചുട്ടുകൊന്ന് കഷ്ണങ്ങളാക്കി സെപ്റ്റിക് ടാങ്കിൽ തള്ളിയ ഭർത്താവ് കുറ്റക്കാരനെന്ന് കോടതി. പ്രതിക്കുള്ള ശിക്ഷ കോടതി ചൊവ്വാഴ്ച വിധിക്കും. തിരുവനന്തപുരം ആനാട് വേട്ടമ്പള്ളി തവലട്ടുകോണം 4 സെന്റ് കോളനിയിൽ ജീന ഭവനിൽ സുനിതയെ ചുട്ടരിച്ചു കൊന്ന കേസിലാണ് ഭർത്താവ് ജോയി ആന്റണി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ പ്രതി ചെയ്തതായി തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിലയിരുത്തി. കോടതിയുടെ നേരിട്ടുള്ള ചോദ്യം ചെയ്യലിൽ മൺവെട്ടികൊണ്ടല്ല ഓലമടലുകൊണ്ടാണ് താൻ സുനിതയെ അടിച്ചതെന്നും വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മൃതദേഹാവശിഷ്ടം പോലീസ് കണ്ടെടുത്തതായും പ്രതി സമ്മതിച്ചിരുന്നു. പ്രതിയുടെ ക്രൂരപ്രവൃത്തി സുനിതയുടെ മക്കളിലും നാട്ടുകാരിലും ഉണ്ടാക്കിയ ഭീതി ഇനിയും മാറിയിട്ടില്ലെന്ന് പ്രോസിക്യൂട്ടർ വാദിച്ചു. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രതിയുടെ ജാമ്യം റദ്ദാക്കി റിമാൻഡ് ചെയ്തു. 2013 ഓഗസ്റ്റ് 3-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാനായാണ് മൂന്നാം ഭാര്യയായ സുനിതയെ ജോയി ആന്റണി കൊലപ്പെടുത്തിയത്. സുനിതയ്ക്കെതിരെ ദുരാരോപണം ഉന്നയിച്ച് ദേഹോദ്രവമേൽപ്പിക്കുന്നത് പതിവായിരുന്നു. കൃത്യം നടന്ന ദിവസം വൈകിട്ട് 5 മണിയോടെ സുനിതയ്ക്ക് വന്ന ഫോൺ കോളിൽ കുറ്റം ആരോപിച്ച് മൺവെട്ടികൊണ്ട് സുനിതയുടെ ശരീരത്തിന്റെ പല ഭാഗത്തും അടിച്ചു. ബോധരഹിതയായ സുനിതയെ മണ്ണെണ്ണ ദേഹത്തൊഴിച്ച് ചുട്ടുകൊല്ലുകയായിരുന്നു. 3 ദിവസം വീട്ടിലെ മുറിയിൽ ഒളിപ്പിച്ച ശേഷം കഷ്ണങ്ങളാക്കി സെപ്റ്റിക് ടാങ്കിൽ ഒളിപ്പിച്ച് തെളിവ് നശിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ഓഗസ്റ്റ് 18-നാണ് പ്രതിയെ നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.